ഞാൻ കൊടപ്പനക്കുന്ന് രാജീവ് മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി വർക്ക് ചെയ്യുന്നു. 25 വർഷത്തോളം ആയി ഞാൻ ഈ സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഈ ചാനലിലേക്ക് അതിഥിയായി ക്ഷണിച്ച ഈ ചാനലിലെ എല്ലാ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും എൻ്റെ നന്ദി. ഞാൻ ആദ്യമായി ഈ രംഗത്ത് പ്രവേശിക്കാൻ കാരണം എൻ്റെ വീട് കൊടപ്പനക്കുന്ന്, ആ കാലം ഗ്രാമപഞ്ചായത്തായിരുന്നു. അവിടെ ദൂരദർശൻ കേന്ദ്രം എന്നൊരു സ്ഥാപനം തറക്കല്ലിടുമ്പോൾ ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രദേശത്ത് വന്നപ്പോൾ അവിടുന്ന് ഓരോ ചുവരുകളും ഉയരുമ്പോൾ ഇങ്ങനെ നോക്കി ആസ്വദിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് എംപ്ലോയ്മെൻ്റ് എന്നൊരു കാർഡ് വന്നു, ജോലിക്കായിട്ട് പിയൂണായിട്ട് മാസത്തിൽ 6 ദിവസം. അങ്ങനെ അതിൻ്റെ ഇൻ്റർവ്യൂ പാസ്സായി പരിസരവാസിയായതുകൊണ്ട് ജോലി കിട്ടി. അവിടെ നിൽക്കുന്ന കാലഘട്ടത്തിൽ നിന്നുമാണ് അവിടെ നിന്ന് അവിടുത്തെ ഓഫീസേഴ്സിൻ്റെ ഒക്കെ കൂടെ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് സിനിമയിൽ വരാൻ ആഗ്രഹം വന്നപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന ഹരിച്ചേട്ടൻ പറഞ്ഞു, അഴകപ്പൻ സാറിനോട് പറഞ്ഞു, അഴകപ്പ ഈ രാജീവിനെ കൂടെ സിനിമയിൽ കൊണ്ടുപോകും, ഇവൻ ഇവിടെ കിടന്ന് പ്രശ്നമാണ്, എപ്പോഴും സിനിമ ബന്ധമാണ് അവന് ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ സീരിയലിലേക്ക് ആദ്യമായിട്ട് അഴകപ്പൻ സാറാണ് ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആദ്യത്തെ സീരിയൽ എന്ന് പറഞ്ഞാൽ വിദ്യാപാഠം എന്ന് പറഞ്ഞൊരു സീരിയല് ഏഷ്യാനെറ്റ് ദൂരദർശൻ കേന്ദ്രത്തിൽ ആദ്യകാലം തുടങ്ങിയത്. ഈ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠം പഠിക്കുന്നത് വീഡിയോ കണ്ട് പഠിക്കുന്ന VHS പ്രോഗ്രാം നമ്മുടെ VHS ആയിട്ട് വെക്കുകയും അത് വിദ്യാപാഠം എന്ന് പറഞ്ഞ് PC സുകുമാരൻ നായർ സാറും കൂട്ടുകാരും കൂടെ ചേർന്ന് നിർമ്മിച്ച പ്രോഗ്രാമിൻ്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് എന്നെ, അതിൻ്റെ സംവിധാനം വയലാർ മാധവൻകുട്ടി സാറായിരുന്നു. അതിലാണ് ഞാൻ ആദ്യം അഴകപ്പ സാറ് എന്നെ കൊണ്ടുപോയി വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മെഗാ സീരിയൽ ചെയ്യുന്നത് ആദ്യമായിട്ട് നിലവുകൾ നോവുകൾ സണ്ണി ജോസഫ് സാറ് സംവിധാനം ചെയ്ത, ക്യാമറാമാൻ സണ്ണി ജോസഫ് സാറ് സംവിധാനം ചെയ്ത സീരിയലിൽ നിർമ്മാണം ആൻ്റണി ഓലിയപ്പുറം ടെലിമാറ്റിക്സ് സ്റ്റുഡിയോയുടെ സീരിയലായിരുന്നു. അത് കഴിഞ്ഞ് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ആന്റണി സാറ് തന്നെ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനായ CV പ്രേംകുമാർ സാർ, അതായത് അദ്ദേഹത്തിൻ്റെ സീരിയൽ അവസ്ഥാന്തരം എന്ന് പറഞ്ഞ വർഗീസ് കൊലപാതകത്തിൻ്റെ സ്റ്റോറി ചെയ്ത പ്രേംകുമാർ സാറിൻ്റെ ആ സീരിയലാണ് രണ്ടാമത് വയനാട് പോയി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൂരദർശൻ കേന്ദ്രത്തിൽ തന്നെ ധാരാളം പ്രോഗ്രാംസ് അൻവർ സാറിൻ്റെ തുടങ്ങിയോടെ എല്ലാവരുടെയും ശിവാനന്ദൻ, KT ശിവാനന്ദൻ, വിൽസൺ സാറ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു കുടുംബത്തിലൊരു നമ്മുടെ വീട്ടിൽ ഈ ജോലി പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ PJ രാധാകൃഷ്ണൻ സാറിൻ്റെ കൂടെ ഒത്തിരി വീട്ടിലും ഒക്കെ ഞങ്ങൾ ബന്ധമുണ്ടായിരുന്നു. കണ്ണൻ സാറ് എല്ലാവരുമായിട്ട് അവിടെ നിന്നാണ് ഞാൻ പിന്നെ ഓരോ പ്രോജക്റ്റുകൾ ചെയ്ത് കയറി വന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ അഴകപ്പൻ സാറ് തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് ദി സല്യൂട്ട്. അതിൽ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് അഴകപ്പൻ സാറ് തന്നെ നിശ്ചയിച്ചു. അതായത് നമ്മുടെ ഈ കാർഗിൽ യുദ്ധ സമയത്ത് ചെയ്ത സിനിമയാണ്. അതാണ് എൻ്റെ ഓർമ്മയിലെ ഫസ്റ്റ് സിനിമ. അത് കഴിഞ്ഞ് പിന്നെ ഇളമുറ തമ്പുരാൻ കൊടപ്പനക്കുന്ന് ഹരിസാറിൻ്റെ പടത്തിൽ ഞാൻ വർക്ക് ചെയ്തു. അതിൻ്റെ ആണ് എനിക്ക് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആ പടത്തിൽ KR ഷൺമുഖണ്ണൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്കൊരു വലിയ മഹാഭാഗ്യം കിട്ടി. എൻ്റെ ഓർമ്മയിലെ ഷൺമുഖൻ ചേട്ടനും ഈ പറഞ്ഞതുപോലെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. മലയാള സിനിമയ്ക്ക് ഒരു നെടുംതൂണാണ്. എന്നും അദ്ദേഹത്തിന് നമ്മളിപ്പം പല സ്ഥലങ്ങളിലും പിന്നെ അവർക്ക് വേണ്ടി ഓരോ രൂപങ്ങളും ഒക്കെ കൽപ്പനകളും ഒക്കെ ചെയ്ത് വയ്ക്കാറുണ്ട്. പക്ഷെ അതുപോലെ മലയാള സിനിമ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ KR ഷൺമുഖണ്ണനെ പോലെ ഒരു വ്യക്തിയുടെ ഒരു സ്റ്റാച്യു കേരളത്തിൽ എവിടെയെങ്കിലും വരണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. കാരണം മലയാള സിനിമ എങ്ങനെ എന്ന് പഠിക്കണമെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കണം. ഒരു സിനിമ വർക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ പഞ്ചാബി ഹൗസ്, അത് അദ്ദേഹത്തിൻ്റെ പടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ചിട്ടകളാണ്. കാരണം ഞാൻ കണ്ട കാഴ്ചയാണ്. അദ്ദേഹത്തിന് എമൗണ്ട് കൊണ്ട് കൊടുക്കുന്നത് പോലും നിർമ്മാതാവ് അപ്പച്ച സാറൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലല്ല കൊടുക്കുന്നത്. അദ്ദേഹത്തിനടുത്ത് ഷൺമുഖണ്ണൻ പോകാറാവുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കാശ് വെച്ചിട്ട് പോകും. അത് തിരിച്ച് എണ്ണാതെ അദ്ദേഹം തൊഴുതു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഇന്ന് അങ്ങനെയാണോ? ഇന്നത്തെ സിനിമയോ അന്ന് അദ്ദേഹം പറഞ്ഞാൽ ഏത് ആക്ടറും പറയുന്ന പോലെ ആക്ട്രസും അനുസരിക്കും. ഓരോ ടെക്നീഷ്യനും ഷൺമുഖണ്ണൻ സെറ്റ് വന്നിറങ്ങുമ്പോൾ ഒരു പേടി തന്നെയാണ്. പക്ഷെ എന്നെ എന്തോ ഒരു വാത്സല്യപൂർവ്വം പ്രത്യേകിച്ച് നിർത്തി. കൊടപ്പനക്കുന്ന് ഹരിസാർ എൻ്റെ ഗുരുനാഥനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് പിന്നെ നിർമ്മാതാവ് പേരൂർ ഗിരീഷ് ആണ് നിർമ്മാതാവ്. അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്വന്തം അനുജനാണെന്ന് പറഞ്ഞ് അദ്ദേഹവും എനിക്ക് കൂടുതൽ വിനയത്തോടെ പെരുമാറിയതിൻ്റെ പേരിൽ. പക്ഷേ എന്നാലും ഷൺമുഖണ്ണൻ്റെ സിനിമയിൽ ഓരോ താരങ്ങളും വരുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, മമ്മൂക്കേട്ടും ലാലേട്ടനും ഒക്കെ നിന്ന്
കാലഘട്ടത്തിൽ അവർ ഏത് പടത്തിന് പോകണമെങ്കിലും, അതുപോലെ തന്നെ സാഗ അപ്പച്ച സാറ് ഒക്കെ കേട്ടിട്ടുള്ളത് പല നിർമ്മാതാക്കളും KR ഷൺമുഖന ഇപ്പൊ നമ്മളൊരു നായകന്റെയോ നായികയുടെയോ ഒക്കെ ഡേറ്റിന് വേണ്ടി ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നതിന് അന്ന് KR ഷൺമുഖന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന കാലം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, KR ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി ഓരോ സിനിമാ നിർമ്മാതാക്കളും കമ്പനികളും കാത്തു നിൽക്കും അണ്ണന്റെ ഡേറ്റിന് വേണ്ടി. അണ്ണൻ വന്നാലേ അവർക്ക് സമാധാനത്തോടെ സിനിമ ചെയ്യാൻ കഴിയൂ. അന്നത്തെ കാലത്ത് 5 പടം 8 പടം 10 പടമൊന്നും ഒന്നിച്ച് ചെയ്ത കാലമല്ല, സത്യം നിലനിൽക്കുന്ന കാലം. അന്ന് കേരവനില്ല, എല്ലാം KR ഷൺമുഖന്റെ കാലത്ത്. എനിക്ക് ഓർമ്മയുണ്ട്, ഷൺമുഖൻ പറഞ്ഞു, മോനെ തിലകൻ സാറിന് ഒരു കിടന്നുറങ്ങാൻ ഒരു വീട് വേണം, ഒരു റൂം വേണം. അങ്ങനെ ഞാൻ ലൊക്കേഷന്റെ അടുത്ത് കൊണ്ടുവന്നൊരു റൂമിൽ, ചേച്ചി ഇന്നതുപോലെ തിലകൻ സാറിന് ജസ്റ്റ് ഒന്ന് ഗുളിയെല്ലാം കഴിച്ചിട്ട് ഇരിക്കുന്നതാണ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഒന്നും മയങ്ങണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ചേച്ചിയുടെ പറഞ്ഞ് അവരെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറഞ്ഞു. അദ്ദേഹം കിടന്ന് ഒന്ന് മയങ്ങി വരുമ്പോൾ എന്നിട്ട് യഥാർത്ഥ ഓണർ വന്നു. ഓണർ വന്നിട്ട് അദ്ദേഹത്തിന് എന്തോ രൂപ എടുക്കാൻ എന്തോ റൂമിൽ കയറി വന്നതും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അലമാര തുറന്നതും ഒച്ച കേട്ട്. തിലകൻ സാറ് വളരെ, എനിക്ക് എൻ്റെ അറിവിൽ തിലകൻ സാറൊക്കെ വളരെ ഈ സംസാരിക്കുന്നതിനൊക്കെയുള്ള സ്വഭാവമാണെങ്കിലും വളരെ മനസ്സുകൊണ്ട് നല്ല വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടക്കുന്ന ഒരു പ്രതീതിയിൽ അദ്ദേഹം എന്താടോ ഇവിടെ കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ ആരാടോ ഒച്ച വയ്ക്കണമെന്ന് ഉടൻ തന്നെ വീട്ടിലെ ഓണർ എന്നോടങ്ങനെ, ഞാനല്ലേ എൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് കയർത്തോണ്ട് വന്നു. അപ്പൊ ഞാൻ ചെന്ന് അദ്ദേഹത്തിനെ കാലുപിടിച്ച് പറഞ്ഞിട്ടില്ല, കാരണം സാറ് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വന്ന് അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ KR ഷൺമുഖനാണ് എൻ്റെ കൺട്രോളർ, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സംസാരിച്ചു, വളരെ ക്ഷമയോടെ ആ കാര്യങ്ങൾ നിർവഹിച്ചു.